നിങ്ങൾ എന്തിനാ അതെടുത്ത് എറിഞ്ഞതിപ്പാ? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് നിന്നെ ഇതുപോലെ വലിച്ചെറിയും. നീ അരിയ നീ ഉണ്ടാക്ക നീ പച്ചക്കറി. എനിക്കും എടുത്തറിയാൻ അറിയായിട്ടൊന്നല്ല. വേണ്ട വെറുതെങ്കിലും ഓരോ വിരാന്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത് കണ്ടിട്ട് അടിക്കണം തോന്നുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കും. നിങ്ങൾ അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പിച്ചാത്തിയായിപ്പില്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. ഞാൻ വെറുതെ കയ്യും കാലൊക്കെ മുറിക്കുന്ന ആവശ്യമില്ല എനിക്ക്. കഴിഞ്ഞാ ഇല്ലടി ഇനിയുണ്ടേ ക്ഷമയുടെ നെല്ലിപ്പല. പ്രകാശേട്ടൻ നിങ്ങൾ അപ്പുറത്തേക്ക് പോടേ. വെറുതെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പോ, രണ്ടിലൊന്നാവും. പിന്നെ പോ, അതാ നല്ലത്. രണ്ടിലൊന്നും മതി, എനിക്ക് നിർബന്ധമില്ല. എനിക്ക് സൗകര്യം പോ. ഞാൻ അവനോട് അവൻ നിന്നെ വരുമ്പോ നീ പിന്നെ അച്ഛമ്മ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. അച്ഛമ്മ എവിടെയാണ് ഈ ചൈനീസ് ഒക്കെ പഠിച്ചത്? അതെനിക്ക് മനസ്സിലായി. പോളാർക്കാ തന്നെ പറഞ്ഞത്. ഹലോ ഗൈസ്. എന്തായി? അച്ഛനും അമ്മയൊക്കെ എവിടെ? പറയടാ, എന്താടാ കാര്യം? അച്ഛാ എനിക്ക് ചിരിക്കാൻ വയ്യ. അമ്മയ്ക്കോ വല്ല വിശേഷമൊക്കെ അറിഞ്ഞാ? ഞങ്ങളവിടെ ചെല്ലുമ്പോണ്ട് ഇവിടെ സ്വീകരിക്കാൻ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനെ സ്വീകരിക്കാൻ അവിടെ കുറെ പോലീസും ആൾക്കാരും ഒക്കെ. അതൊന്നും അല്ലച്ചാ, അവര് ഫ്രോഡ് ഏജൻസി, പൈസ തട്ടിപ്പ്, ആൾക്കാരുടെ പൈസ കൊണ്ട് അവര് മുങ്ങി. എന്തൊക്കെയായിരുന്നു അച്ഛാ ഇവിടെ മേളാക്കം. കുട്ടി ട്രൗസർ, മഞ്ഞ്, വീഡിയോ. നിനക്കെന്തോ അയക്കാന്ന് പറഞ്ഞ പൗണ്ട്സിൽ എന്തോ പൗണ്ട്, നിനക്കല്ലേടി പറഞ്ഞു പൗണ്ട് അയക്കാന്ന്. അതിനേക്കാൾ വേണം ഇവളെ കക്കൂസ് വരെ അങ്ങോട്ട് വിട്ടാ മതിയായിരുന്നു. എന്തായിരുന്നു എനിക്ക് തിരിക്കാൻ വയ്യ. അത് പൈസയൊന്നും നഷ്ടമായിട്ടില്ലല്ലോ. ആര് കാരണം നഷ്ടമാകുന്നത്? ഈ ഞാൻ കാരണം. അതെ, അതിനെ കുറിച്ച് കാണണ്ട. അങ്ങനെ ഒരുത്തം കൂടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അതെ, എത്ര വട്ടം നമ്മൾ പറഞ്ഞാ നമുക്ക് ഇവിടെ എന്തെങ്കിലും വിലയുണ്ടോ? എടാ, നമുക്ക് അച്ഛനാണല്ലോ ഇവിടെ ഏറ്റവും വിലയില്ല. അതിന് ഇത്ര കടന്നു ചിരിക്കാൻ എന്താ ഉള്ളത്? വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ അപ്പൊ അറിയായിരുന്നു. മോങ്ങിയാ ആണോടി? പൈസ എങ്ങനെ ഇനി വിസ കുസാന്നെങ്ങാനും പറഞ്ഞിട്ട് പിന്നാലെ വന്നിട്ടല്ലോ. നീ ആ ഏജൻസിയുടെ പേരെന്താ പറഞ്ഞത്? അതിന്റെ ഫുൾ നെയിം ചോദിക്ക്. പങ്കജകുമാരി ഏജൻസി. നിങ്ങളൊക്കെ ആയിട്ടല്ലേ ഇതൊക്കെ വിശ്വസിക്കും എന്റെ പൊന്നമ്മ. എനിക്ക് അമ്മയോടുള്ള വില പോയി കേട്ടോ ശരിക്കും. പാവച്ഛൻ, എനിക്കിനി വയ്യ ഈ മോഹം. എന്റെ ദൈവമേ, എന്ത് അഹങ്കാരായിരുന്നു. ഇപ്പൊ എല്ലാം പൊട്ടി പോണില്ലേ? സന്തോഷം. യുണൈറ്റഡ് കിങ്ഡം വേറെ ഏജൻസി കൊടുക്കാം. മതിയായില്ല. അമ്മന് നല്ല ഏജൻസി കൊടുക്കട്ടമ്മ. വല്ല ജോത്സ്യനെ വിളിച്ച് ചോദിക്കണം നല്ലതാണോ ചീത്തയാണോ, എന്നിട്ട് അമ്മയും മോളും കൂടെ അങ്ങ് തീരുമാനിക്കും. അല്ല, വേറൊരു നല്ല ഏജൻസി ഉണ്ട്, പുഷ്പൻ നല്ല ഏജൻസിയാ. കൊടുത്ത ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞു കൊടുത്താ പുല്ല് വിലയാണ്. അമ്മയ്ക്കുള്ള നിക്കറായ ഞാൻ കൊടുത്തിട്ടുണ്ട് തയ്ക്കാന്. വേറെ കിട്ടും. മറ്റേ ട്രൗസർ ഇടന്ന് പറഞ്ഞില്ലേ? നിനക്കെന്തോ മഞ്ഞ് പെയ്യുന്നു, കുളിരാവുന്നു. ഓ ഗോഡ്, എന്തൊരു അഹങ്കാരമായിരുന്നു. സത്യം. എടാ, നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞത്? വീഡിയോ കോൾ ചെയ്ത് കാണിക്കാതെ മഞ്ഞ്. നീ മറ്റേ കിലുക്കൽ സിനിമയിൽ പറയുന്ന പോലെ ഞാൻ സിംഗപ്പൂരിൽ എന്നിട്ട് സിംഗപ്പൂർ ഡോളേഴ്സ്. ഇത് പൗണ്ട്സ് ആണ്. ഇപ്പൊ അച്ഛൻ അങ്ങ് വാരി കൊണ്ട് പോയത്. അയ്യോ, ഇത് വേണ്ട ചേച്ചി, ഒരു UK വെച്ച് എടുക്കട്ടെ ചേച്ചി. പെണ്ണിന് എത്ര സങ്കടായി. പെണ്ണിന് സങ്കടമായത് നീ ഒരുത്തി കാരണമാ. എടി, മര്യാദക്ക് വളർത്തണം. ഈ പിള്ളേരെ പോലെ പിള്ളേര് കളിയാക്കുന്നതും ഒക്കെ നിങ്ങൾ എന്ത് കണ്ടിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ? കളിയാക്കാതിരിക്കും. നിന്റെ വായിൽ നിന്ന് എന്തൊക്കെയാ വന്നത്? അഹങ്കാരമല്ലായിരുന്നു. കൊണ്ട് പാത്ത് വെക്കട്ടെ, ഇനി ആവശ്യം വരും. 2 UK വെച്ച് അമ്മയ്ക്കൂടെ അടിച്ചുകൂടെ? ആ തല്ലുകൊണ്ട് പിണക്കം തീർന്നെങ്കിൽ ഞാൻ ഹാപ്പി. എല്ലാ കാര്യങ്ങളും സെക്രട്ടറിയായി ഞാൻ തന്നെ ചെയ്യണം പോലും. ഒരു കുടുംബശ്രീയുടെ പേര് ഒരുമയും ഇല്ല ഒലയ്ക്കും. നീ
എന്നാടാ ചെയ്യുന്നേ? അമ്മയ്ക്ക് കണ്ണാണോ പാട്ടെ? ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടില്ലടാ ഫോണിൽ കളിക്കരുത്. ഫോണിൽ കൂടെ കൊണ്ടാ ചുമ്മാ ടൈം പാസ്. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതേ ചെയ്യുള്ളൂ. എന്നാ ചെയ്യണമെന്ന് പറഞ്ഞത് അത് ചെയ്യുകയില്ല. വീട്ടിലുള്ള ആൾക്കാരും കണക്കന്നെ, കുടുംബശ്രീയിലെ ആൾക്കാരും കണക്കന്നെ. നീ എന്തിനാ എന്റെ പുറകെ കിടക്കുന്നേ? അവൻ അവിടെ എവിടെയും വെച്ചിട്ടല്ലേ നീ എടുത്തത്? അവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിച്ചാൽ കൊടുത്തോളാം. പറഞ്ഞാ കൊണ്ടിരിക്കുന്ന നിന്നെ ഞാൻ കൊല്ലുവേ. പോടാ. അമ്മയ്ക്കെന്നെ കൊല്ലണല്ലേ? ആ കൊല്ലണോ? എന്തേ? അമ്മ എന്നെ കൊന്നാലേ അമ്മ എന്നാ ജയിലിൽ പോവാ. എടാ നിന്റെ വായിലെന്നാണ് ഇത്ര വലിയ വർത്താനങ്ങൾ വരുന്നത്? പോടാ. കണ്ടില്ല ഞാനത് വെക്കുന്നത്. നോക്കട്ടെ, ഇങ്ങോട്ട് വരട്ടെ. സഞ്ജു എന്നെ ചക്കന ഇങ്ങനെ വിടക്കാക്കുന്നത് ഫോണും കൊടുത്തിട്ട്. വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ വേഷം. ഒരു സാരിയും കൊടുത്ത് കുറച്ച് ചുറ്റാനെന്ത്? ഓടി ഞാൻ ചുറ്റും. നിനക്ക് എന്താണ് ചേച്ചി സാരിയുടെ കാര്യം അവിടെ നിക്ക്. സാരിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ചേച്ചി, എന്റെ കൂട്ടുകാരി രേഷ്മയില്ലേ, അവളുടെ കല്യാണത്തിന് എന്റെ ഫ്രണ്ട്സ് എല്ലാരും സാരി കൊടുക്കുന്നത്. ചോദിക്ക് എന്ത്? ഞാൻ സാരിയാണ് കൊടുക്കുന്നേ. ചോദിക്ക് എന്തിന്? അമ്മ എന്തായാലും നിന്നെ സാരി എടുക്കും, സമ്മതിക്കില്ല. ചേച്ചി, അമ്മ ഒരിടത്തെ ഇത്ര ഉള്ള കുട്ടി ഉടുപ്പൊക്കെ ഇടേണ്ട പ്രായം എനിക്ക് ആയിട്ടുള്ളൂ. സാരി ഒന്നും എടുക്കാറായിട്ടില്ല. എന്നാലും എന്റെ അടുത്ത് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇല്ല. അമ്മ ഞാൻ സാരി ഉടുത്തത് അമ്മ കണ്ടിട്ടില്ല, അതുകൊണ്ടാ. എനിക്കറിയാം ഞാൻ സാരി ഉടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ഒരു 5 വയസ്സ് എനിക്ക് കുറവായിട്ട് തോന്നും. ഇല്ല, 10 വയസ്സ്. ചിരിക്കൊന്നും വേണ്ട, എല്ലാം ചേച്ചി കാരണോ? ഞാൻ കാരണം ഞാൻ എന്ത് കാരണം? പിന്നല്ലാതെ അമ്മ പറയാ ചേച്ചിയുടെ കല്യാണത്തിന് ശേഷം സാരി ഉടുത്താൽ മതി. നീ ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചാ? അപ്പൊ ഞാൻ രേഷ്മയുടെ കല്യാണത്തിന് മുന്നേ കേട്ടാ. അപ്പൊ നിനക്ക് സാരി കൊടുക്കാലോ. ഈ ഓന്റെ സ്വഭാവം വെച്ചിട്ട് രാജകുമാരന്മാര് വരും കെട്ടെ. എന്താടിയല്ലേ സ്വഭാവത്തിന് ഒരു കുഴപ്പം? എന്ത് കുഴപ്പമില്ലാത്തത്? എന്താ കുഴപ്പം? എന്ത് കുഴപ്പമില്ലാത്ത? എടി മക്കളെ, എടി നിങ്ങളുടെ അച്ഛച്ചന്റെ കൂട്ടുകാരന്റെ ആദരാഞ്ജലിയുടെ ഫോട്ടോ ഞാൻ ഇതിനകത്ത് മുമ്പേ കണ്ടു. ഇപ്പൊ കാണുന്നില്ല മക്കളെ, ഒന്ന് നോക്കിയടി. അച്ഛച്ചന്റെ കൂട്ടുകാരനോ? ആ നോക്കി. ഇതിലൊന്നും കാണുന്നില്ല ചമ്മ. അയ്യോ ചന്ദ്രൻ, അതിലും മഞ്ഞു പോയോ? ഇനിയിപ്പൊ എന്തു ചെയ്യൂടെ? അച്ഛൻ ഒരു കാര്യം ചെയ്യും, അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കും. ആ അവന് ചന്ദ്രനെ അറിയാം. ചന്ദ്രൻ മരിച്ചുപോയ ആളുടെ പേരടി ചന്ദ്രൻ. അടക്കിന്റെ സമയം അറിയായിരുന്നെങ്കിൽ എനിക്കൊന്ന് പോയി കാണുകയും ചെയ്യായിരുന്നു. അയ്യോ, ഞാൻ എന്നാ ഇനി പ്രകാശനോടൊന്ന് ചോദിച്ചിട്ട് വരാം മക്കളെ. കഷ്ടമായിപ്പോയല്ലോ ചേച്ചി സാരി. എന്തുവാടി നീ അച്ഛന്റെ അടുത്ത് ഞാൻ ചോദിക്കുക? അച്ഛൻ വിചാരിച്ചാലും ഇനി വല്ലതും നടക്കുള്ളൂ. ആണല്ലേ? എന്നാ പിന്നെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം. നീ എങ്ങോട്ട് ഓടൂ? അച്ഛൻ്റെ അടുത്ത് ചോദിക്കണ്ടേ? ചെന്ന് കയറി കൊടുക്കും. ഒരു ലോഡ് തുണി അലക്കാൻ അവിടെ ഇത്. നീ ചെന്നാ നൈസായിട്ട് നിന്റെ തലയിൽ വെച്ചിരും. ചെന്നു. ആണോ? അയ്യോ എന്താ ഇപ്പൊ പോണ്ട, ഇപ്പൊ പോണ്ട. നിനക്ക് അലക്കാനോ അച്ഛനെ സഹായിക്കാനൊക്കെ താല്പര്യം? അയ്യോ ഒരാഗ്രഹവും ഇല്ല, ഇപ്പൊ പോണ്ട. പിന്നെ സോറി. അല്ല, ഞാൻ നേരത്തെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയുള്ളൂ. സോറി. പിന്നെ അത്രയ്ക്ക് ഓന സ്വഭാവം ഒന്നുമല്ല ചേച്ചിയുടെ. അതെന്താടി അപ്പൊ കുറച്ച് ഓഞ്ഞ സ്വഭാവാന്നാ? കുറച്ചൊക്കെ എല്ലാവർക്കും ഇല്ലേ? നിനക്കുണ്ട്. എനിക്ക് ഓന സ്വഭാവം ഒന്നുമല്ല. ഞാൻ നല്ല കൊച്ചു, ഈ വീട്ടിലത്തെ ഏറ്റവും നല്ല കൊച്ചു ഞാൻ. എഴുതി ഇങ്ങനെ ഒട്ടിച്ചു വെക്കി. ഒട്ടിച്ചു വെച്ച് നിന്റെ നെറ്റ് ഒട്ടിച്ചു വെക്കി. എനിക്ക് വിശക്കണം, ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. എനിക്ക് വയ്യണ്ടേ. എടി എനിക്ക് എന്തെങ്കിലും എടുത്തോട്ടോ അടി. വേണമെങ്കിൽ എടുത്ത് കഴിക്കും. നീ കൂടി അവള് സാരി കൂടി. നീ ചുമ്മാ എടുത്തോണ്ട് വരാം. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കനിപ്പൂവേ. നല്ല ഇടിയാണല്ലോ. മുറ്റമിരാകെ ചേർന്നു നിന്നാട്ടെ എനിക്കൺമണിയേ നീയരുമോ. അയ്യോ, ഇതെവിടെ വിരിക്കാനായത്? ആ പടം അരയിഞ്ച് നീളമുള്ള അഴയുണ്ട്. അതിലൊക്കെ അവളുമാരുടെ തുണിയും കൊണ്ടുണ്ടാക്കിയിരിക്കുക. കാണിച്ചു തരാം ഒരെണ്ണം. ആഹാ, തുണി നനച്ചിട്ട് വിരിക്കുന്നു. കണ്ടാ അറിയത്തില്ലേ? അത് കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയല്ലേ ചോദിക്കുന്നത്. ഞാൻ എന്റെ തുണി വിരിച്ചിട്ട് നിങ്ങൾ കാണുന്നില്ലേ? ആ ഇവിടെ എനിക്കും തുണി കൊടുക്കണേ. ഞാനും തുണി കൊടുത്തോണ്ടായിരിക്കും. അത് നനഞ്ഞതല്ല, അത് ഉണങ്ങിയിട്ടില്ലല്ലോ. ഇത് നനഞ്ഞതാണ്, ഇത് ഉണങ്ങട്ടതേ. മഴയല്ലേ, പുറത്ത് വിരിക്കാൻ പറ്റുമോ? ഇതല്ലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ തുണി വിരിക്കണമെങ്കിൽ വേറെ സ്ഥലം കണ്ടുപിടിക്കണം. ആ എടി, ഞാൻ ഒരു 5 സെന്റ് സ്ഥലം മേടിക്കാതെ തുണി വിരിക്കാൻ. ആ അത് നല്ല കാര്യം. എന്നാ പിന്നെ നല്ല വെയിലുള്ള സ്ഥലം മേടിച്ചോ, വേഗം ഉണങ്ങി കിട്ടും.
ഇവിടെ വിരിക്കാൻ പറ്റില്ല. ഇവിടെ വിരിക്കാൻ പറ്റൂ. ഇവിടെ വിരിക്കാൻ പറ്റില്ല. എന്റെ തുണി ഉണങ്ങണ്ടേ? വലിയ ദൂരെ ഇറങ്ങി മിണ്ടായിരുന്നോ? അത് മൊത്തം നശിച്ചിട്ട് അത് അലക്കിയതല്ലേ അത്. അങ്ങനെ വേണ്ട. അതെന്റെ ഭാഗ്യ ഡ്രസ്സാണ്. എടി എനിക്ക് കച്ചവടത്തിന് പോകാനുള്ള ഇത് ഇട്ടുകൊണ്ട് പോയി കച്ചവടം നടക്കും. പൈസ കിട്ടാ മതി. വേറെ ഡ്രസ്സില്ലേ? വേറെ dress ഒന്നുമില്ല. അങ്ങനെയുള്ള ഭാഗ്യം നിങ്ങൾക്ക് വേണ്ട. ഇതിന്റെ ഭാഗ്യയുടെ കുറെ അങ്ങ് പോരുന്നു. ഭാഗ്യം. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാനുണ്ടല്ലോ ഇതെല്ലാം കൂടെ ചൂരിച്ചു കൂട്ടി. എന്നാ പിന്നെ എനിക്ക് തിരിച്ചറിയാൻ അറിയാം. എല്ലാം കൂടെ ഞാൻ പാടത്തെടുത്തെറിയും. ചേച്ചി ഇത് കറക്റ്റ് ആണോ? Peter Hamilton Reynolds is a well-known Canadian author and illustrator of children's books. എന്താ പതിവില്ലാത്ത പഠിപ്പും സംശയൊക്കെ? എന്താ മനുഷ്യന് നന്നാവാൻ പാടില്ലേ? എടാ മനസ്സിലാവണ പോലെ എഴുതണ്ടത് എന്താണ്? മധു ചേച്ചി എന്റെ ഫോൺ കണ്ടാ? ഫോണോ? ആ നീ കുത്തിയിട്ട് കൊടുത്തുണ്ടാവും. ഞാൻ കുത്തിയിട്ട് അവിടെ കാണുന്നില്ല. റൂമിൽ മൊത്തം ഞാൻ തപ്പി. എനിക്കറിയില്ല, അവിടെ ഉണ്ടാവും. പക്ഷെ ഇത് എവിടെ പോയി എനിക്കൊന്നും അറിയാൻ പാടില്ല. ദേഷ്യം. ഇനി ആൻസർ എന്താന്ന് പറ. അപ്പുണ്ണി മധു ചേച്ചി സത്യം പറയടാ, സഞ്ജു ചേട്ടന്റെ ഫോൺ എവിടെയാ? അപ്പുണ്ണി അയ്യോ എന്റെ ഫോൺ എവിടാടാ? നീ പിന്നെ എടുത്താ? പിന്നെ ഞാൻ അവിടെ ചാർജ് ചെയ്യണ വെച്ചാണ്ടായിരുന്നു. അത് അമ്മ എടുത്തിരുന്നു. അമ്മ എടുത്തിരുന്നു. അമ്മയ്ക്ക് എന്തിനാ എന്റെ ഫോൺ? എടാ നീ ആ ഷെൽഫിലെങ്ങാനും പോയി നോക്ക, അവിടെ വെച്ചിട്ടുണ്ടാവും. അത് നിനക്ക് അങ്ങനെ അറിയാം? ഷെൽഫിൽ തന്നെ അമ്മോട് വയ്ക്കുന്നു. എനിക്കിതുപോലെ കുറെ അനുഭവം ഉള്ളതല്ലേ അല്ലേ പുണ്യ? ഇനി മേലെ നീ എന്റെ ഫോൺ എടുത്താണ്ടല്ല ഞാൻ നിങ്ങൾ പേടിച്ചു പോയില്ലേ? എന്തൊരു കഷ്ടമാ. എന്തിനാണ് ഫോൺ കാണാതെ ഇത്ര പേടി? ഈ നേരം കൊണ്ട് എനിക്ക് എത്ര മിസ് കോൾ വന്നാണെന്ന് അറിയോ? ആരുടെ? അതിപ്പോ വിളിക്കും അഞ്ജുവും രഞ്ജിത്തും രോഹിത്തും എല്ലാരും വിളിച്ചാണോ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി സെമിനാർ ടോപ്പിക്. ആദ്യം പറഞ്ഞതാരാ? രഞ്ജിത്ത് എന്റെ കൊളീഗ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ക്യൂണിക്കോട്ട് ഞാൻ വിളിച്ച് ഭിത്തേ കയറ്റും കേട്ടാ ചുമ്മാ. ചെന്ന് ചോദിക്കാം അമ്മേനടുത്ത്. അമ്മ എടുത്ത് തരും. അമ്മ ഇത് എന്തിനാ എന്റെ ഫോൺ കൊണ്ട് പോയെ? ചെന്ന് ചോദിക്കി. ചേട്ടാ 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 അതെ ഞാനേ ആ ചേട്ടന്റെ ഫോണിൽ ഗെയിം കളിക്കാൻ എടുത്തായിരുന്നു. സോറി ചേട്ടാ. നീ എന്തിനാ ഈ പണി എന്നോട് കാണിക്കുന്ന? അപ്പുണ്ണി ഇനി മേലെ എന്റെ ഫോൺ ഞാൻ തീർത്ത് പറയാ. ഇനി നീ എന്റെ ഫോൺ കൈകൊണ്ട് തൊടാൻ പാടില്ല കേട്ടല്ലോ. അമ്മയാണോ? അമ്മ അപ്പുറത്തുണ്ടോ? പറ്റിപ്പോയ ചേട്ടാ. നിന്നോട് പറയണ ചേട്ടന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞേ. എല്ലാവരും ഫോൺ എടുക്കൽ ഇച്ചിരി കൂടുതലാ. നീ ഫോൺ കളിക്കാറായ? ഇത് പഠിച്ചേ ചേച്ചി അന്നെ ഒരു കാര്യം കാണിച്ചേ. എന്ത്? അന്നേ നീ ഇത് പഠിച്ചോ? ഞാനും കൂടെ വരട്ടെ. എടാ നീ വരണ്ടാന്നല്ലേടാ പറഞ്ഞത്. എന്താണ് എന്താണ് ഇത്ര ധൃതി? ഇവരെന്താ വട്ടടിച്ചോളൂ ഓടുന്നേ? നീ പിടിക്കുന്നത് എനിക്ക് വേണം. ഞാൻ വിരിക്കും. വിരിച്ചാ ഞാനിത് വലിച്ചു ദൂരെ വേറെ സ്ഥലം കണ്ടുപിടിച്ച് ആയ കേട്ടു പോയിട്ട്. ഒന്നും പറ്റില്ല. ഇല്ല, ഇവിടെ ഇത് വിരിക്കും. ഞാൻ കെട്ടിയതാ. നീ ഞാനല്ലേ മേടിച്ചത് കയറ്? ഞാനല്ലേ കയറ് എപ്പോ കയറ് മേടിച്ചത്? വാങ്ങിനി? ഞാൻ മേടിച്ചത്. അതെല്ലാം നശിച്ചു പോയി. ഇത് ഞാൻ വേറെ കുട്ടം നീ ഇട്ട് നോക്കടി. നീ ഇട്ട് നോക്ക്. ഞാനിടും. ഇട്ടാ ഞാൻ വലിച്ചെറിയുവേ. ഇടും. ഇട്ടാ ഞാൻ വലിച്ചെറിയുവേ. എന്നാ പിന്നെ അതെന്നെ എനിക്കൊന്ന് ഇട്ടാ ഞാൻ കാണട്ടെ. വലിച്ചെറിയുവേ. വലിച്ചെറിയോ? അതൊക്കെ നീ. വലിച്ചെറിയോ? വേണ്ട പീഡനം വേണ്ട, പീഡനം വേണ്ട. എവിടെ പോയാ? എന്താടി? അന്റെ തുണി എടുത്തിട്ട് നിങ്ങൾ അറിയുക? എന്നാ നിങ്ങളത് ചെയ്ത് കാണിക്കാൻ തന്നെ ഒന്ന് കാണട്ടെ. അച്ഛനും നമ്മുടെ ഒന്നും നല്ലത് കിട്ടി. നിലത്തിട്ട് ചവിട്ടി അല്ലടി പിശാചേ. ഇനി ഇതുപോലത്തെ അഭ്യാസം എന്റെ അടുത്ത് കാണിക്കാൻ വന്നെങ്കിലുണ്ടല്ലോ കൊന്ന് കുഴിച്ച് ഞാൻ മൂടും. അവരും ചോദിച്ചില്ലെങ്കിൽ ഞാൻ പാപ്പാടി അല്ലടി. പാപ്പാടി പാമ്പാടി പാപ്പാടി എന്റെ അടുത്ത് കളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ. ഞാൻ ഭർത്താവാണെന്ന് തോന്നൽ അവക്കില്ലേ വേണ്ട. അവള് ഭാര്യയാണെന്ന് ഞാനും അങ്ങ് മറക്കും. എടാ നീ എവിടെ പോയി കിടക്കുമായിരുന്നു? എവിടൊക്കെ തിരക്കി നിന്നെ ഞാൻ? സെമിത്തേരിയില്. അവിടെ നിന്റെ അമ്മായിയപ്പനെ ഇരിക്കട്ടോ. അമ്മായിപ്പനല്ല. എടാ നിനക്ക് ആ ചന്ദ്രനെ അറിയോ? ഏത് ചന്ദ്രൻ? നിന്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ. പാവം മരിച്ചു വേടാ. നമുക്ക് അവിടെ വരെ ഒന്ന് പോകണ്ടേ? അച്ഛൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് എനിക്കെന്താ? എനിക്ക് വല്ല പരിചയം ഉണ്ടോ അയാളെ? എടാ നിന്നെ പണ്ട് എത്രയോ എടുത്തോണ്ട് നടന്ന മനുഷ്യനങ്ങനെ.
എടാ അങ്ങനെ പഠിച്ച നീ ഒന്ന് പോകണ്ടേ, ഒന്ന് അന്വേഷിക്കണ്ടേ? എൻ്റെ അമ്മ ഈ കിടന്നു കൊള്ളുന്ന പ്രായത്തിൽ ആരെങ്കിലും ഒക്കെ എടുത്തോണ്ടെന്നൊക്കെ ഞാനിപ്പോൾ ഓർത്തിരിക്കും. ഇങ്ങനെയുണ്ടോ ഈ ചെറുക്കൻ? ഒന്ന് പോയി അന്വേഷിക്കണം, നീ വന്നാ പറ്റുള്ളൂ. എന്നെ കൊണ്ട് നല്ല സൗകര്യമില്ല. അയ്യോ നിന്റെ വർത്താനം കേട്ടോ. ഈ ചെണ്ടപ്പുറത്ത് കോല് വീട് നിർത്തക്കെ ഞാൻ പോണോ? എടാ എനിക്കൊരു കൂട്ടിനല്ലടാ നിന്നെ വിളിച്ചു, നീ ഒന്ന് വാ. അമ്മ എനിക്ക് ഞാനില്ല, അമ്മ പോ, വേറെ പണി നോക്ക്. എന്നാ നീ ചായ കുടിക്കണ്ട, എഴുതിട്ട് പോടാ അവിടെ പോ. ഞാൻ ആരെങ്കിലും കൂട്ടിക്കോ, ഇപ്പൊ കളഞ്ഞു കുടിക്കണ്ട, പോ കൊണ്ടു. എന്നാലും പോകാടാ. അത് ആ ചിരിയിൽ ഒതുങ്ങുന്ന സ്നേഹത്തിലൊന്നും ഞാൻ വഴങ്ങത്തില്ല. അഹങ്കാരം പിടിച്ച നീ ഒരു കാലത്തും നന്നാവൂലടാ, നീ ഒരു കാലത്തും നന്നാവൂല. ഇതാ കുഴപ്പം. കുഴപ്പം ഒരു രൂപ ചോദിക്കും, ഒരു രൂപ ഇല്ലെന്ന് പറഞ്ഞാൽ ഉടനെ ഒരു കാലത്ത് എടാ നിന്നെ വെറുതെയല്ലടാ പെണ്ണുമ്പളെ ഇട്ട് കടവറക്കുന്നത്. അങ്ങനെ ചെയ്യട്ടെ, എന്റെ ഭാര്യയല്ലേ. നിന്റെ മക്കളും നിന്നെ അടിക്കും. അത് ഞാൻ ചാവുന്നതിന് മുമ്പ് കാണുകയും ചെയ്യും. എന്റെ മക്കളല്ലേ, ഞാൻ സഹിച്ചോളാം. ഇതിനേക്കാൾ വളർത്തിയ നേരം കൊണ്ട് പോടാ അവിടുന്ന്. അമ്മ എന്തായാലും നല്ല ഉടക്കില്ല. ഇന്ന് നേരെ ഫുഡ് കിട്ടുന്നു തോന്നല്ല. പക്ഷെ എനിക്ക് അതല്ല ടെൻഷൻ, എന്റെ സാരിയുടെ കാര്യം ഇനിയിപ്പോ ഞാനങ്ങ് മറന്നേക്ക്, അതായിരിക്കും നല്ലത്. അമ്മ എന്തായാലും സമ്മതിക്കില്ല. പിന്നെ അച്ഛനാണ് ഒരു രക്ഷ. എന്നൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? കുറച്ച് വളഞ്ഞതാണ്. നിന്റെ ഐഡിയ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി കുറച്ച് വളഞ്ഞതായിരിക്കും. ഓഹോ, എന്നാ ഞാൻ ഇത് സെറ്റ് ആക്കിയിരിക്കും, നോക്കൂ. ഞാൻ സാരി ഉടുത്തിരിക്കും, അങ്ങനെ വിട്ടാ കുളത്തിലായിരുന്നു. ഞാനും വന്നാലോ നിന്റെ കൂടെ? വെറുതെ രസത്തിന്, വെറുതെ ഒരു രസത്തിന്. വേണ്ട, ഞാനിപ്പോ സാരിയൊക്കെ എടുത്ത് വരാം. അയ്യോ, ഞാൻ എന്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഞാനാണ് ഷൈൻ ചെയ്യേണ്ടത്. ഒരു പ്രൊട്ടക്ഷൻ വേണ്ട. ഞാൻ സാരി എടുത്ത് ഞാൻ പോയി ഷൈൻ ചെയ്യും. സാരി ഉടുക്കാൻ സമ്മതിച്ചാലല്ലേ. അതവിടെ വെച്ച് ഈ ഇട്ടതിന് നെയിൽ പോളിഷ് ഇട്ടതിന് ചേച്ചി അത് അടച്ചു വെക്കാറുണ്ടോ? അത് ഞാൻ പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ അടച്ചു വെച്ചത്. പിന്നെ എപ്പ എടുത്താലും തുറന്നു വളർത്തിയിട്ടങ്ങ് പോകും. ചുമ്മാ ചുറിഞ്ഞോണ്ട് ചൊറിഞ്ഞോണ്ടോന്നേല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. നീ സാരി ഉടുക്ക്, ശരിയാക്കി തരാം. പിന്നെ ഇങ്ങോട്ട് വാ, ശരിയാക്കി തരാൻ. മനുഷ്യനൊരു വിലയില്ല, കൊത്തി മുറത്തെ കയറി കൊത്തിരിക്കുക. കാണിച്ചു കൊടുക്കാൻ ഞാൻ എല്ലാത്തിനും കാണിച്ചു കൊടുക്കണം. അച്ഛാ അച്ഛൻ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലാത്തുന്നത്? എന്തേ ഒലാത്താനും പറ്റിയല്ലേ? അല്ല, ഒലാത്തിക്കോ. പിന്നെന്താ? പിന്നെ തുണിയൊക്കെ അലക്കി കഴിഞ്ഞാ? തുണി അലക്കി കഴിഞ്ഞില്ല, ഞാൻ അലക്കിക്കോളാം. എന്താ? അല്ല ഒന്നുമില്ല, തുണി അലക്കിയെങ്കിൽ ഞാൻ അലക്കി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അലക്കി തരാന്ന്. അയ്യോ വേണ്ടേ, അമ്മ മഹാറാണിയൊക്കെ അവിടെ ഇരുന്നാ മതി, ഞാൻ അലക്കിക്കോളാം. അല്ലെങ്കിലും ഇവിടുത്തെ പണിയൊക്കെ ഞാൻ തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇതാണ് അച്ഛൻ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്വഭാവം. അച്ഛൻ സൂപ്പറാ. അച്ഛൻ സൂപ്പർ തന്നെയാ പണ്ടും, നിങ്ങൾക്കേ ഉള്ളൂ സൂപ്പർ അല്ലാത്ത. അച്ഛാ, എന്താ? എന്റെ കൂട്ടുകാരി രേഷ്മയില്ലേ, അവളുടെ കല്യാണമാ. എന്തോ നിനക്ക് കല്യാണം കഴിക്കണോ? അയ്യോ എനിക്ക് കല്യാണം കഴിക്കണ്ട. ഞാൻ പറയാൻ വന്നതേ, എന്റെ എല്ലാ ഫ്രണ്ട്സും സാരി ഉടുക്കുന്നത്, അതുകൊണ്ട് ഞാനും കൂടി സാരി ഉടുത്തോട്ടെ. എനിക്ക് സാരി കച്ചവടം ഒന്നും ഇല്ല, ഞാൻ ഈ സ്ഥല കച്ചവടമായിട്ട് നടക്കുന്നവനാ. അയ്യോ അച്ഛൻ സാരി കച്ചവടം ഒന്നും ചെയ്യണ്ട. പിന്നെന്താ? സാരി ഞാൻ സംഘടിപ്പിച്ചോളാം. പിന്നെന്താ പ്രശ്നം? അച്ഛൻ ഒന്ന് സമ്മതിച്ചാ മതി. ഞാനെന്തിനാ? നീ ഉടുക്കണ എന്താന്ന് നിന്റെ ഇഷ്ടമല്ലേ? നീ സാരിയോ ഇനി വേറെ വല്ലതും ആണോ? നിന്നെ ഇഷ്ടത്തിന് കൊടുത്തോണ്ട് പോ. അതാണ് അച്ഛൻ എന്റെ വൈബ് നന്നായിട്ട് അറിയാം. അച്ഛൻ എന്താടി? അമ്മ സമ്മതിക്കത്തില്ല, അതാ പ്രശ്നം. അവളെന്താ പറഞ്ഞ? അമ്മ പറയണേ എനിക്ക് സാരി എടുക്കാറൊന്നും ആയില്ലെന്ന്. അവൾ അങ്ങനെ പറഞ്ഞ? നീ എന്താ ഉടുക്കണ്ടേന്ന് നീ തീരുമാനിക്കും. അവളെ എന്റെ ഭാര്യ, നീ എന്റെ മകളും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഓക്കേ അച്ഛാ. പിന്നെ എനിക്കൊരു സാരി മേടിച്ചു തരും. സാരി മേടിച്ചു തരുമോ? സാരി മേടിച്ചു തരാൻ പറ്റില്ലല്ലോ, ഉള്ളത് എടുത്തോണ്ട് പോയാ മതിയല്ലോ. അച്ഛാ എന്റെ സാരി വേറൊന്നുമില്ല. നിന്റെ തള്ളയുണ്ടല്ലോ, ഇപ്പൊ നീ സാരി ഉടുക്കരുതെന്ന് പറഞ്ഞവള്, അവക്ക് ഞാൻ ഒരുപാട് സാരി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വിലയുള്ളതും ഏറ്റവും ഭംഗിയുള്ളതുമായ സാരി നീ ഉടുത്തോണ്ട് പോകും. അടിച്ചു പൊളിക്കണം എന്റെ മകള്, കേട്ടാ? ആ കോന്തി എന്തുകൊടുത്താലും ഒരു ഭംഗിയില്ല, നീ വേണം അടിച്ചു പൊളിക്കാൻ. കളി എന്നോടാ അവളുടെ. ചന്ദ്രനെ അറിയില്ല പോലും.
കൊച്ചുനാളിനെ എന്തേലും തോളിലേറ്റും കൊണ്ട് നടന്നതാ. അറിയില്ല, നന്ദിയില്ലാത്തവൻ. ഇവൻ എന്റെ വയറ്റ് വന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ പറയാം. ലേറ്റ് ആയി പോയില്ലേ? ഇല്ല, ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കവല വരെ പോവാ, എന്നിട്ട് ഞാൻ വിളിക്കാം. എടാ സഞ്ജുവേ, ഓ, നീ എടുപ്പോടാ. ഞാൻ ഒന്ന് പുറത്ത് വരെ പോവച്ചമ്മ. എനിക്കൊരു സഹായം ചെയ്യോടാ. വിലന്ന് വാങ്ങാനാണെങ്കിലേ എനിക്ക് പൈസ തരണം, ആ കൂടെ ഞാൻ കമ്മീഷനും പിടിക്കും. എടാ വാങ്ങാനൊന്നും അല്ല കുച്ചേ. പിന്നെ എടാ നിന്റെ അച്ഛച്ചന്റെ കൂട്ടുകാരൻ ചന്ദ്രൻ മരിച്ചുപോയി. ഉയ്യോ, എന്ത് പറ്റി? എന്ത് പറ്റാനാ? പ്രായമാകുമ്പോ ഓരോരുത്തരെ ദൈവം നേരത്തെ അങ്ങോട്ട് വിളിക്കും. ആ, നല്ല മനുഷ്യരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കും, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കും. എന്റെ ദൈവമേ, എന്നെ ഇപ്പോഴൊന്നും അങ്ങോട്ട് കെട്ടിയെടുക്കല്ലേ. അച്ഛമ്മേ, അല്ല അച്ഛമ്മക്ക് എന്താ എന്നെ കൊണ്ട് സഹായം വേണ്ട, അത് പറ. ആ, ഞാൻ പറഞ്ഞു വന്നേ. എടാ മോനെ, നീ ആ കവലെ ചെല്ലുമ്പോഴേ ചന്ദ്രൻ മരിച്ചത് എപ്പോഴാണ് അടക്കുന്നൊന്നും നീ ആരോടെങ്കിലും ഒന്ന് തിരക്കാവോടാ. എനിക്ക് ആ പുള്ളി അറിയാനൊന്നും പാടില്ല, പിന്നെ ഞാൻ അങ്ങനെ തിരക്കുന്നേ. എടാ നീ ആ കവലെ ചെന്ന് കഴിഞ്ഞാൽ ആ സിനിമാ തിയേറ്ററിന്റെ അടുക്ക താമസിക്കുന്ന ചന്ദ്രൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ ആർക്കും അവനെ അറിയാൻ, ആരും പറഞ്ഞു തരും. മക്കളൊന്നും ഒരു കാര്യം ചെയ്യും, മക്കളെ ഒന്ന് വിളിച്ചു പറയണേ അച്ഛമ്മേനെ. ആ, നോക്കാം. ആ പിന്നെ ആ ചന്ദ്രന്റെ ഫ്ലാസ്കോ ഫോട്ടോ എല്ലാം കാണുവാണെങ്കിലേ. ഫ്ലാസ്കോ? എന്ത് പോകണ്ടോ, ആ ഫോട്ടോ കാണുവാണെങ്കിൽ നീ എനിക്ക് പെട്ടെന്ന് ഇട്ട് തരണം. എങ്ങോട്ട്? ഈ ഫോണിലേക്ക് ഇട്ട് ആവച്ചേ. എന്തിന്? എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ അതില്. സ്റ്റാറ്റസ് അല്ല, സ്റ്റാറ്റസ്. ഫ്ലാസ്ക് അല്ല, ഫ്ലെക്സ് ആയിരിക്കും ഉദ്ദേശിച്ചത്. ആ, എനിക്ക് ഇച്ചിരി വിവരം കുറവാ. അതെനിക്ക് മനസ്സിലായി. നീ അല്പം അങ്ങോട്ട് ചെല്ല്. ആ, കാണുവാണ്, അയച്ചുതരാം. ഞാൻ ഒന്ന് പോട്ടെ. ആ, പോ, എളുപ്പം പോ. ഒരു എന്തെല്ലാം അറിയണം ചെറുക്കനോ. ഇംഗ്ലീഷിൽ ഇച്ചിരി കുറവുണ്ടെന്ന് പറഞ്ഞോണ്ട് എപ്പോ നോക്കിയാലും എന്നെ കളിയാക്കുക ഈ മക്കളെല്ലാവരും കൂടെ.